ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള ചില അവസ്ഥകൾ നമുക്ക് വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ആകെ ഒരു സ്ട്രെസ്ഡ് ആവും എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നാലോചിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റാതെ ഏത് ചെയ്യും, എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനിൽ നമ്മളിങ്ങനെ ആകെ ഒരു പെട്ടെന്ന് തന്നെ സ്റ്റക്കാവുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ഇല്ലേ? അങ്ങനെ ആലോചിച്ച് നമ്മളുടെ വിഷമിച്ചും നമ്മളുടെ സമയം പോവും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷെഫീഖ്. ഞാൻ നമ്മളുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് വരുന്ന രീതിയിലുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബാക്കി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പുറകിലേക്കൊന്ന് ചെന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് കുക്കിംഗ് ഉണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, വാഷിംഗ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഹൗസ് വൈഫിന് ചെയ്തു തീർക്കാനുണ്ടാവും. പിന്നെ അതുകൂടാതെ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ, അല്ലെങ്കിൽ എന്ത് ജോലി ആയിക്കോട്ടെ, എന്തിനായാലും പുറത്തേക്ക് പോകുന്ന ഒരു ലേഡിക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാലും ഏതാദ്യം ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ള ടെൻഷൻ വേറെ. ഇനി ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു എക്സാം ഒക്കെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് പഠിക്കും? ഇനി എക്സാം ഒന്നും അടുത്തില്ല എങ്കിൽ തന്നെ നമ്മളൊരു ഹോംവർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഏത് ചെയ്യുന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പലവരും. അത് ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ ആളുകൾ വരെ ഈ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് സമയം ഇത് ആലോചിച്ചിരുന്ന് നമുക്ക് വിഷമിക്കാറുണ്ട്. അതിനൊരു ചെറിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, പലരും അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതുമാണ്, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം. ഇന്നലെ ഇതുപോലെ എനിക്കൊരു 4 സ്കൂളുകൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് 4 ദിക്കിലാണെന്ന് പറയാം. 1 കൊടുങ്ങല്ലൂർ, 2 വാടാനപ്പള്ളി, 1 തൃശ്ശൂർ. അപ്പോൾ ഇതൊക്കെ ഏകദേശം 2 മണിക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ടതാണ്. വീട്ടിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് തല ആകെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒരു എന്താ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള. കാരണം വീട്ടിൽ സാധാരണ ആളുകളേക്കും വിട്ട് ഇത്തിരി മെമ്പേഴ്സ് കൂടുതലും ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം കൂടി മാനേജ് ചെയ്യാൻ ആ സമയത്ത് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനായിട്ട് മാറ്റി വെച്ചു. വെറുതെ പോയാൽ പോരല്ലോ, അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഏകദേശം ശരിയാക്കണം. ഈ 5 മിനിറ്റ് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ടുള്ള പോലെ തോന്നി. അത് വേറെ ഒന്നുമല്ല, നമുക്കൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം. ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്, ആ ടു ഡു ലിസ്റ്റ് എങ്ങനെ ചെയ്യും, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ, അതായത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ വേറെ വീഡിയോ ചെയ്യാം. നിങ്ങളിങ്ങനെ വിചാരിക്കും ഈ ടീച്ചർ എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു തന്നാൽ ഞങ്ങളുടെ എങ്ങനെ മൈൻഡിലേക്ക് കയറാമെന്നുള്ളത്. പക്ഷേ പലരും പലരുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് തോന്നും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത് നമ്മളുടെ പെന്നും ബുക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുക്കുക, പെണ്ണെടുക്കുക, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി വരേണ്ട ഒരു 10 ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം എഴുതാം. എന്നിട്ട് പതുക്കെ ടിക്കിട്ട് പോവുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് അങ്ങനെ വളരെ ഇപ്പോൾ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലത്തെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം. എന്ത് കാര്യത്തിനും. എന്തിനാണ് നിങ്ങൾ ഈ മൊബൈലിൽ, ചിലർ ചോദിക്കും നമുക്ക് മൊബൈൽ വേണ്ട, നമ്മളുടെ കൈയും കണ്ണും ഒക്കെ കൂടി വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വേറെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. 10,000 കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ലഘൂകരിച്ച് ചെയ്യാം. 10,000 കാര്യം ഒന്നും തള്ളി പറയണതല്ല കേട്ടോ. അതിൽ നിന്നൊരു 100 കുറയ്ക്കുക. 100 2 0 കേട്ടോ, ഒരു 100 കാര്യം. ഓക്കെ, ഒരു 100 കാര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാൾ ചെയ്യുന്നത് 100 കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ മനസ്സിലൂടെ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെ എത്രയുണ്ടെന്നറിയോ? അപ്പോൾ ആ ലെവലിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ വിഷയം മാറും. അപ്പം നിങ്ങൾ എല്ലാവരും എത്ര തന്നെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒരു ബുക്കും പേപ്പറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓരോ ദിവസത്തേക്ക് ആ പേപ്പർ കളഞ്ഞാലും കുഴപ്പമില്ല. അന്നത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ടിക്കിനും ആ എഴുതുന്നതിനൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പം എൻ്റെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് ഈ ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കുക. ഓരോ ദിവസവും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ടിക്കിട്ട് പോവാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി പേഴ്സണൽ സെക്ഷനാണ് ആവശ്യമെങ്കിൽ
പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.